ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ തിരച്ചിലിൽ ആരെയും കണ്ടെത്താനായില്ല. 118 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 6 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം പ്രഖ്യാപിച്ചു. അംഗവൈകല്യം വന്നവർക്ക് 75,000 രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപയും സർക്കാർ നൽകും. രാവിലെ 8 മണിയോടെ ആരംഭിച്ച തെരച്ചിൽ വൈകിട്ട് വരെ നീണ്ടുനിന്നു. ഫയർഫോഴ്സിന്റെയും NDRFന്റെയും നേതൃത്വത്തിലാണ് ഇന്ന് തിരച്ചിൽ നടത്തിയത്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ പങ്കെടുപ്പിച്ചിട്ടില്ല. ഇനിയും കാണാമറയത്തുള്ളത് 100-ലധികം പേരാണ്. ദുരന്തത്തിൽ ലഭിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 401 DNA പരിശോധന പൂർത്തിയാക്കി. ഇനി കണ്ടെത്താനുള്ളത് 118 പേരെയാണ്. ഇവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ 6 സോണുകൾ കേന്ദ്രീകരിച്ചും ചാലിയാർ പുഴയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുമാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ന് കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തിയത്. 6 പഞ്ചായത്തുകളിലും രാവിലെ മുതൽ തന്നെ റവന്യൂ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന സംഘം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വീടുകൾ വീണ്ടും കാണാനും ധാരണയുണ്ടാക്കാനും അവിടെ വേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാനും വേണ്ടി തിരിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിനായി താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം പൊളിച്ചുമാറ്റി. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ പാലത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. ഇതോടെയാണ് ആർമി ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്താൽ പാലം പൊളിച്ചത്. അന്നേരത്തെ റെസ്ക്യൂ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ആ സമയത്തേക്ക് ഒരു ഇട്ടുകൊടുത്ത ഒരു ടെമ്പററി നടപ്പാത എന്ന് മാത്രമേ ഉള്ളതിന്. വെള്ളം മേളിൽ കൂടെ ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് അത്ര സ്റ്റെബിലിറ്റി അല്ലെന്നുള്ളതുകൊണ്ട് നമുക്ക് മേളിൽ നിന്ന് ഓർഡർ വന്ന് അതങ്ങ് അഴിച്ചു മാറ്റിയേക്കാൻ പറഞ്ഞ് അങ്ങനെ അഴിച്ചു മാറ്റിയതാണ്. തകർന്ന വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും വീണ്ടെടുക്കാൻ ദുരന്തബാധിതർക്ക് ഇന്ന് ഉച്ചവരെ സമയം അനുവദിച്ചിരുന്നു. ഇവർക്ക് സഹായത്തിനായി സന്നദ്ധ പ്രവർത്തകരുമുണ്ടായിരുന്നു. രേഖകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് വെള്ളിയാഴ്ച പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്കും സഹായം പ്രഖ്യാപിച്ചു. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 60% വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ, 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ. ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരുടെ താൽക്കാലിക പുനരധിവാസ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ സർക്കാർ ഉടമസ്ഥതയിലുള്ള 100 കെട്ടിടങ്ങളും 253 സ്വകാര്യ കെട്ടിടങ്ങളുമാണ് ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിക്കാനായി കണ്ടെത്തിയത്. കേന്ദ്രത്തിന്റെ മുമ്പിലേക്ക് കേരളത്തിന് ഏകദേശമായി ചെയ്യേണ്ട സഹായങ്ങളെ സംബന്ധിച്ചൊരു പൊതുരൂപരേഖ ഇതിനൊക്കെ ലഭ്യമായി കഴിഞ്ഞു. കൃത്യം കണക്ക് ചില്ലറ സംഖ്യ ഉൾപ്പെടെ കൂട്ടി കണക്കാക്കി DM ആക്ട് പ്രകാരം തയ്യാറാക്കേണ്ട ഒരു സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. ഒരു 5-10 ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി സമർപ്പിക്കാവുന്നതാണ്. ആ സമർപ്പണം പോയിന്റ് ബൈ പോയിന്റ് ആയിരിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള 6 അംഗ വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ തുടരുകയാണ്. ദുരന്ത പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളാണ് സംഘം വിലയിരുത്തുന്നത്. 10 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംഘം സർക്കാരിൽ സമർപ്പിക്കും. ദുരന്തം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിടുമ്പോൾ തെരച്ചിലിനോടൊപ്പം പുനരധിവാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഈ മാസം 20-നകം മുഴുവൻ പേർക്കും വാടക വീടുകൾ കണ്ടെത്താനാണ് നീക്കം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെങ്കിലും പതിയെ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് മുണ്ടക്കയിലെ അതിജീവിതർ. ടീം 24 വയനാട്.